നിങ്ങളെക്കുറിച്ച് പറഞ്ഞതെല്ലാം ചരിത്രം തന്നെയായിരുന്നു. നിങ്ങൾ ഈ കേരളത്തിൽ നടത്തിയ എല്ലാ പ്രവർത്തനവും കേരളത്തെ മാറ്റിമറിക്കുന്നതിനുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. നിങ്ങൾ മുറുകെ പിടിച്ച പ്രത്യയശാസ്ത്രമുണ്ടല്ലോ, ആ പ്രത്യയശാസ്ത്രം തന്നെയായിരുന്നു ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുടെ കരുത്ത്. അണുകിട വ്യതിചലിക്കാതെ അത് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്ന് ഓരോ സഖാവും ഓരോ സഹപ്രവർത്തകരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സാരഥിയും സഖാവുമായ നിങ്ങൾ തന്ന പാതയിലൂടെ ഒരു ചാഞ്ചല്യവുമില്ലാതെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും ഈ പ്രസ്ഥാനം എന്നവർ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ സമയം തന്നെ ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, VS അങ്ങനെ അനക്കമറ്റ നിദ്രയിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VSന്റെ പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ള റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ VSന്റെ മൃതദേഹം, നേരത്തെ അദ്ദേഹം ഭൗതിക ശരീരം ഒന്നൊന്നില്ല, മൃതദേഹമാണ്, അതിൽ ഭൗതിക ശരീരമെന്നും ആത്മശരീരം ഒന്നും എന്നില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യമുള്ള ഉറച്ച ഭൗതികവാദി, ഉറച്ച കമ്മ്യൂണിസ്റ്റ്, നേരത്തെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് താങ്കൾ ദൈവവിശ്വാസി അല്ലാതായി തീർന്നതെന്ന ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത കൃത്യമായ മറുപടിയുണ്ട്. അത് സ്വന്തം അമ്മയെക്കുറിച്ച്, 4-ാം വയസ്സിൽ അമ്മ വസൂരി പിടിച്ച് മരിച്ചു പോയതിനെക്കുറിച്ച്, അന്ന് രോഗം ബാധിച്ച് വസൂരി പിടിക്കുന്നവരെ കൊണ്ട് ആ ഇരുമ്പ് ഓലമറകളിലാക്കി മരിക്കാൻ ഇടുന്ന ആ സാഹചര്യത്തെക്കുറിച്ച്, അന്നത്തെ കേരളത്തിൽ നിന്ന് ഇന്ന് ആരോഗ്യ കേരളത്തിലേക്ക്, കേരള മോഡലെന്ന് ലോകം പ്രകീർത്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചതിൽ, വിവിധ മേഖലകളിൽ കേരളം നമ്പർ 1 എന്ന് പറയിപ്പിക്കാൻ ഇടയാക്കി വരുത്തിയതിൽ അതിനെല്ലാം മുന്നണി പോരാളിയായി നിന്ന സഖാവ് VS, ആ സഖാവ് 17-ാം വയസ്സിൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ 2025-ൽ 102-ാം വയസ്സിൽ അവസാനിക്കുമ്പോഴും ആ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നില്ല, പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല, സമരപാതകൾ അടയ്ക്കുന്നില്ല, സമരവിപ്ലവങ്ങൾ അങ്ങനെ തന്നെ തുടരുക തന്നെ ചെയ്യുകയാണ്. VS നിങ്ങൾ കാട്ടിത്തന്ന പാതയിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ പാർട്ടിക്ക് വിധേയനല്ല എന്ന് വരുത്തി തീർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാലത്തും നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു, ഈ പാർട്ടിയാണ് എൻ്റെ അമ്മ, ഈ പാർട്ടിയാണ് ഞങ്ങളെ വളർത്തിയത്, ഈ പാർട്ടിക്കപ്പുറം ആരുമില്ല എന്ന് നിങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങളെ അടക്കം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. VS നിങ്ങൾക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് കേരളത്തിൻ്റെ പൊതു മനസ്സ്. ആലപ്പുഴയുടെ VSന്റെ സ്വന്തം നാട്ടിൽ പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിൽ പാർട്ടിയിലേക്ക്, വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട സഖാവ് പി കൃഷ്ണപിള്ള, സഖാക്കളുടെ സഖാവ് പി കൃഷ്ണപിള്ളയുടെ നാമധേയത്തിലുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ VSന്റെ മൃതദേഹം ഇപ്പോൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ വച്ചിരിക്കുകയാണ്. അവിടെ പാർട്ടിയുടെ നേതാക്കൾക്കൊപ്പം തന്നെ നിരവധി സാധാരണക്കാർ, പാർട്ടിയുടെ സഖാക്കൾ അവിടെ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നിശ്ചയിച്ചിരുന്നത് 3 മണിവരെ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനം, അതിനുശേഷം പുന്നപ്ര വയലാറിലെ ചുടുകാട്ടിൽ സംസ്കാരം എന്നതായിരുന്നു നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അനേകായിരങ്ങളാണ് VSലൂടെ ജീവിക്കുന്ന അനേകായിരങ്ങൾ, VS നിങ്ങൾ മരിക്കുന്നില്ല, നിങ്ങളിലൂടെ ജീവിക്കുന്ന അനേകായിരങ്ങളാണ് ഇപ്പോൾ വീണ്ടും പി കൃഷ്ണപിള്ള സ്മാരകത്തിലേക്കും അതോടൊപ്പം തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്കും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വിപ്ലവകാരി മരിക്കുകയല്ല, വിപ്ലവകാരിയുടെ മരണം പോലും ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് VS എന്ന ആ അതികായൻ, ആ വിപ്ലവകാരി, ആ രണധീരൻ, ആ സമരനായകൻ, ആ ജനനായകൻ വിട പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഇന്ന് രാവിലെ വേലിക്കകത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അനേകായിരങ്ങളാണ്. മണിക്കൂറുകൾ നീണ്ട ജനപ്രവാഹമായിരുന്നു വേലിക്കകത്ത് വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ തിരുവനന്തപുരത്തിൻ്റെ വീഥികൾ, അതോടൊപ്പത്തിൻ്റെ കൊല്ലത്തിൻ്റെ പാതയോരങ്ങൾ, അവിടങ്ങളിലേക്ക് തടിച്ചുകൂടിയ മനുഷ്യരുണ്ട്. ആ VSനെ നെഞ്ചേറ്റിയ മനുഷ്യർ, അവരൊക്കെ നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഒരു നിമിഷം അവസാനമായി ഒരു നിമിഷം കണ്ടാൽ മതി VSനെ എന്ന് പറഞ്ഞുകൊണ്ട് പുലരുവോളം വരെ അർദ്ധരാത്രിയിൽ പെരുമഴയത്ത് കാത്തുനിന്ന മനുഷ്യരുണ്ടല്ലോ, അവരാണ് VS നിങ്ങൾ ഞങ്ങൾക്കായി, ഈ പാർട്ടിക്കായി, ഈ കേരളത്തിനായി ബാക്കി വെച്ച് പോകുന്നത്. നിങ്ങൾ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാണെന്ന് ആരാണ് പറഞ്ഞത്? നിങ്ങൾ അനേകായിരം കമ്മ്യൂണിസ്റ്റുകളെ തന്നിട്ട് പോവുകയാണ്. ഏതൊരു കൊടിയ യാതനകളെയും, ഏതൊരു വെല്ലുവിളികളെയും, ഏത് അനീതികളെയും നേരിടാൻ കരുത്തുള്ള, തക്കശേഷിയുള്ള ഒരു വലിയ ജനവിഭാഗത്തെ, ജനലക്ഷങ്ങളെ തന്നുപോകുന്ന നിങ്ങളെങ്ങനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റാകും?
നിങ്ങളെങ്ങനെ നിങ്ങളായി, നിങ്ങളോർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി എന്ന് മലയാളി ചോദിച്ചത് ഒരുപക്ഷെ വി എസിനോട് വി എസ് മറുപടി പറഞ്ഞത് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ വി എസിനെ കുറിച്ച് പറഞ്ഞത് കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുകയായിരുന്നു. കേരളത്തിൻ്റെ ചരിത്ര രചനയിൽ വി എസിനെ ഒഴിവാക്കിയ ഒരു ചരിത്ര രചനയില്ല. പുതിയ കേരള രൂപീകരണത്തിന് മുമ്പ്, കേരള പിറവിക്ക് മുമ്പ് തിരുവിതാംകൂർ നാട്ടുരാജ്യമായിരുന്ന ആ കാലഘട്ടത്തിൽ വിപ്ലവ പ്രവർത്തനം തുടങ്ങിയ, പൊതുജീവിതം തുടങ്ങിയ വി എസ് ആണ് ഇന്നത്തെ കാലത്ത് ഈ 2025-ലും ഊർജ്ജസ്വലനായ ഒരു യുവാവിനെ പോലെ മുൻനിര പോരാളിയായി നിൽക്കുകയും ചെയ്തത്. അവസാന നാളുകളിൽ പോലും വളരെ കൃത്യമായി തന്നെ അവസാനം അദ്ദേഹം പങ്കെടുത്ത പൊതുപരിപാടി 2019 പുന്നപ്ര വയലാർ വാരാചരണത്തിന് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു അദ്ദേഹം പങ്കെടുത്തത്. അടിമുടി വിപ്ലവകാരിയായ, അടിമുടി കമ്മ്യൂണിസ്റ്റായി ജീവിക്കുകയും മരിക്കുകയും ചെയ്ത വി എസ്, ആ വി എസിനാണ് ഇപ്പോഴും അനേകായിരങ്ങൾ ആലപ്പുഴയുടെ മണ്ണിൽ, പുന്നപ്ര വയലാറിൻ്റെ ചോര പുരണ്ട മണ്ണിൽ അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. വി എസ് ഏറ്റെടുക്കാത്തതായ ഏത് സമരമാണ് മലയാളി കണ്ടിട്ടുള്ളത്? വി എസ് ഏറ്റെടുത്തിട്ടില്ലാത്ത ഏത് സമരമുണ്ടായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷേ ആ മതികെട്ടാൻമല പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നവർക്കെതിരെ ഏത് മതികെട്ടാൻമലയിലും 80-ാം വയസ്സിലും ചാടിക്കടക്കേണ്ടി വന്ന ആ യുവത്വം മനസ്സുണ്ടല്ലോ, ആ യുവത്വമുണ്ടല്ലോ, ആ സമരതീക്ഷ്ണ മനസ്സുണ്ടല്ലോ, അതാണ് കേരളം കണ്ടത്. അങ്ങനെ എൻമകജയിൽ എൻഡോസൾഫാൻ ബാധിതർക്ക് വേണ്ടി ഉറവിളി കൂട്ടിയ ഒരു വി എസ് ഉണ്ടല്ലോ, അതേ വി എസിനെ തന്നെയാണ് നിയമസഭയെ പോലും പോരാട്ട വീതിയാക്കിയ രീതിയിൽ മലയാളി കാണുകയും ചെയ്തത്. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വി എസ് കൊണ്ടുവന്ന നിരവധി നേട്ടങ്ങൾ, അത് കുടുംബശ്രീ രംഗത്തായാലും അതോടൊപ്പം തന്നെ അംഗനവാടി ടീച്ചർമാരുടെ കാര്യത്തിലായാലും IT വികസനത്തിൻ്റെ കാര്യത്തിലായാലും സ്വതന്ത്ര സോഫ്റ്റ്വെയർ വികസിപ്പിക്കുന്ന കാര്യത്തിലായാലും വി എസ് എല്ലാ കാലത്തും ഒരു യുവ മനസ്സോടുകൂടി, എന്തും പഠിക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സോടുകൂടി പഠിക്കുകയും അത് കേരളത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. അനേകായിരങ്ങൾ ഇപ്പോഴും തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിക്കുകയാണ്, കണ്ണയെ കരളയെ വി എസ് എ, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ. ആലപ്പുഴയിലെ പി കൃഷ്ണപിള്ള സ്മാരകത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത സമയത്ത് ഒന്നുപോലും ആ വി എസിൻ്റെ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കാണ് അച്ഛൻ്റെ തോളിൽ കയറി എത്തുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം കണ്ട ഏറ്റവും മനോഹരമായൊരു കാഴ്ച ഒരിക്കൽ കൂടി പറയേണ്ടി വരുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, മഴ നനഞ്ഞിരിക്കുന്ന മകനെയും കൊണ്ടുവന്നത് എന്തിനാണെന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നത്, വി എസ് നനഞ്ഞ മഴയ്ക്കപ്പുറമൊന്നുമല്ല എൻ്റെ മകൻ നനയുന്ന മഴ. വി എസിൻ്റെ സഹനമാണ് ഇന്നത്തെ കേരളം. ആ സഹന സൂര്യൻ നൽകിയതാണ്, ആ സൂര്യൻ നൽകിയത് തന്നെയാണ് ഈ കേരളം. അവിടെ നിന്നുകൊണ്ടാണ് എൻ്റെ മകൻ ഇവിടെ നിന്ന് മഴ നനയുന്നതെന്ന് പറഞ്ഞ ആ പിതാവ്. അതാണ് ഈ കേരളം. ഈ കേരളത്തിൻ്റെ പൊതുബോധം, പൊതുമനസ്സ് എങ്ങനെയാണ് വി എസിനെ കൊണ്ടുപോകുന്നത്, വി എസിനെ എങ്ങനെയാണ് നെഞ്ചേറ്റുന്നതെന്ന് ആ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ നാടിനെ ഇന്നത്തെ നാടാക്കി മാറ്റിയ വി എസിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ആലപ്പുഴ.